വാർഡ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഒപ്പം കെ സജീഷും പി ആർ സുനിലും ഉൾപ്പെടെ ഞങ്ങൾ ടീം എല്ലാവരും അപ്ഡേറ്റുകളുമായി ചേരും. ദുബായിൽ നിന്ന് എസ് രഞ്ജിത്തും വിശദാംശങ്ങളുമായി ചേരുകയാണ്. സായികുമാറിലേക്ക് പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GCC രാഷ്ട്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ത്യൻ സമയം കണക്കാക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ മുൾമുനയിലായിരുന്നു എന്ന് പറയണം. നോമ്പിന്റെ സമയമാണ്, പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടക്കുന്നത്. ഒപ്പം ഖമനേയിയെ വധിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം അതുകൂടി വലിയ ചർച്ചയാകുന്നു. ഖമനേയി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. തീർച്ചയായും വിനീത, പശ്ചിമേഷ്യയിലാകെ ഉറക്കമില്ലാത്തൊരു രാത്രിയാണ് കടന്നു പോകുന്നത്. അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഓരോ ഇടത്തു നിന്നും, ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം, ഇറാനിൽ കഴിഞ്ഞ ദിവസം സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 115 എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അൽ ജസീറ നൽകുന്ന കണക്ക് അങ്ങനെയാണ്. അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇറാനിൽ ഉണ്ടായത്. ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 200 കടന്നിരിക്കുന്നു ഇറാനിലാകെ എന്നുള്ളതാണ് ഇപ്പോൾ വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ്. ഖമൈനി ഇത് ഇറാനിലെ ജനങ്ങളുടെ മാത്രമല്ല അമേരിക്കക്കാർക്കും നീതി ലഭിക്കുന്ന സമയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഖമൈനി കൊല്ലപ്പെട്ടത് ലോകമെമ്പാടുമുള്ളവർക്കും നീതി ലഭിക്കുന്ന സമയമാണ്. തങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് മുന്നിൽ ഖമൈനിക്കോ അദ്ദേഹത്തിന് അനുയായികൾക്കോ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഒരു ഭരണമാറ്റം ഇറാനിൽ ഇതാ ആഗതമായിരിക്കുന്നു എന്നുകൂടി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ ഇറാനിയൻ ജനങ്ങൾക്ക് ലഭിച്ച അവസരമാണ് ഇത് എന്നും ട്രംപ് പറയുന്നു. ഞങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇറാനിയൻ സൈന്യം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം, എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മരണമാണ്. അതായത് ഇറാനിൽ ഇപ്പോഴുള്ള ഭരണകൂടത്തിൽ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ സർവനാശം ഉണ്ടാകും എന്ന ഒരു പ്രതികരണവും പ്രഖ്യാപനവും ഡൊണാൾഡ് ട്രംപ് നടത്തുമ്പോൾ ഇതുവരെ അക്കാര്യത്തിൽ ഖമൈനിയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഇറാൻ നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഓരോ ഘട്ടം അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപവും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലും ആക്രമണം നടന്നപ്പോഴെല്ലാം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ചെയ്തത്. ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ അവർ തുടരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനോ മസൂദ് പെഷസ്കിയാൻ എന്ന അവരുടെ പ്രസിഡന്റിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇറാൻ ഒരു വ്യക്തത വരുത്തുന്നില്ല. അവരെല്ലാവരും ജീവനോടെ ഉണ്ട് എന്ന ഒരു വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഖത്തറിലും ദുബായിലുമൊക്കെ പലയിടങ്ങളിൽ സ്ഫോടനങ്ങൾ രാത്രിയിലും ഉണ്ടായി. അതേസമയം UN ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ അടിയന്തര സെക്യൂരിറ്റി കൗൺസിലൊക്കെ യോഗം ചേർന്നിരുന്നുവെങ്കിലും ഈ ഒരു അശാന്തി നിറഞ്ഞ അന്തരീക്ഷത്തെ പൂർണ്ണമായും മാറ്റി നിർത്താൻ ഇപ്പോൾ UN-ന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് പരിക്കേറ്റ ആളുകളുടെയൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. പല ആക്രമണങ്ങളിലും പരിക്കേറ്റതായി ഖത്തർ പറയുന്നു. ഇതിലിപ്പോൾ UN തന്നെ സ്ഥിരീകരിക്കുന്നത് ഇറാനിലെ ഏകദേശം 20ഓളം നഗരങ്ങൾ പൂർണ്ണമായും ആക്രമിക്കപ്പെട്ടു എന്ന് അന്റോണിയോ ഗുട്ടറസും സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അത് ആരൊക്കെയാണ് എന്ന് UN പറയുന്നില്ല. ഇതിപ്പോൾ ട്രംപിന്റെ മാത്രം ഒരു അവകാശവാദമാണ് ആയത്തുള്ള അലി ഖമൈനി അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളത്. എന്തായാലും ഖത്തർ അമീറുമായിട്ടൊക്കെ ട്രംപ് സംസാരിക്കുന്നുണ്ട്. ഈ മേഖലയിലുള്ള രാജ്യത്തലവന്മാരുമായിട്ടൊക്കെ ട്രംപ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് പലയിടങ്ങളിലും ടെൽ അവീവിലടക്കം ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നത്. എന്തായാലും ഇറാനിയൻ പൗരന്മാർക്ക് അവരുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും എന്താണ് ഇറാനിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇറാൻ എന്തായാലും പൂർണ്ണമായി അതിനെ അപലപിക്കുകയാണ്. അവരുടെ പരമോന്നത നേതാവ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ തുടരുകയുമാണ് വിനീത. ഇനിയും ഒരുപാട് വിവരങ്ങൾ, എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്നതിന്റെ ഒരു യഥാർത്ഥ ചിത്രം എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ദുബായ്, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ അറ്റാക്കുകൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ആ രാജ്യങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിലൊക്കെ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അശാന്തി നിറഞ്ഞ ഉറക്കമില്ലാത്തൊരു രാത്രി തന്നെയായിരുന്നു പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ. ടെല്ലവീവിൽ വീണ്ടും ആക്രമണമുണ്ടായി, മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ആളുകളൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ചില കെട്ടിടങ്ങൾ തകർന്നതായുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അബുദാബി എയർപോർട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം,
സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അൽ ജസീറ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അബുദാബി എയർപോർട്ടിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ജോർദാനിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UAE നൽകുന്ന ഏറ്റവും നിർണായകമായ വിവരം ബുർജ് അറബിലേക്ക് ഹോട്ടലിലേക്ക് ഉണ്ടായ, അതായത് ദുബായിലെ തന്നെ ഏറ്റവും ആഡംബരമായിട്ടുള്ള ഹോട്ടൽ, ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബര ഹോട്ടലായിട്ടുള്ള ബുർജ് അൽ അറബിലേക്കും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നതാണ്. അതിന്റെ പുറം ഭാഗത്ത് ചെറിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. സിവിൽ ഡിഫൻസ് സംഘങ്ങൾ ഉടൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി എന്ന് പറയുന്നു. പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാം ജുമൈറ എന്ന ദുബായിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും ആഡംബര സ്ഥലത്തുകൂടി ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ വരികയാണ്. കുവൈറ്റിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി അല്പം മുൻപ് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. UAE-യിൽ വ്യാപക ഡ്രോൺ ആക്രമണമാണ്, അതായത് ഡ്രോണുകളുടെ ഒരു വർഷമാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഇറാൻ. 195 ഡ്രോണുകൾ തകർത്തു എന്നതാണ് UAE തന്നെ സ്ഥിരീകരിക്കുന്നത്. ഈ ദുബായ് എയർപോർട്ടിന് സമീപം ഉണ്ടായ ആക്രമണത്തിൽ, ദുബായ് എയർപോർട്ടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അവിടുത്തെ മീഡിയ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നതനുസരിച്ച് 4 പേർ പരിക്കേറ്റിരിക്കുകയാണ്. UAE-യിൽ ഡ്രോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഗ്ലൈഡറുകൾക്കും ആളില്ലാ വിമാനങ്ങൾക്കും ഒരാഴ്ച നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ടെല്ലവീവിലുണ്ടായ ഏറ്റവും പുതിയ ആക്രമണത്തിൽ 21 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അടി തിരിച്ചടി എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ യുദ്ധം വ്യാപിക്കുകയാണ്. നേരത്തെ ഗാസ യുദ്ധമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഗാസ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു. മറുഭാഗത്ത് ഇസ്രായേലിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇറാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഗൾഫ് മേഖലയെ ആകെ ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എല്ലാ ഗൾഫ് രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടു. അമേരിക്കയുടെ താവളങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ആക്രമണം നടന്നു. ഏറ്റവും ഒടുവിൽ ദുബായ് വിമാനത്താവളത്തിന് നേരെ, ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിന് നേരെ വരെ ആക്രമണം ഉണ്ടായി എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. പല പ്രവാസികളും നമ്മൾ വിളിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വീടിനകത്ത് നിന്നാൽ കാണാം പുറത്ത് മിസൈലുകൾ, ഡ്രോണുകളൊക്കെ വർഷിക്കപ്പെടുന്നുണ്ടെന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. കുവൈറ്റ് യുദ്ധകാലത്തിന് ഒക്കെയാണ് നമ്മൾ ഈ രീതിയിൽ പ്രവാസികൾ ആശങ്കപ്പെട്ട് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ ഗുരുതരമായ സാഹചര്യം കാണുന്നത്. അതിനപ്പുറമാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇറാനിൽ എന്നാണ് ട്രംപ് പറയുന്നത്. പ്ലാൻ ബി ഉണ്ട് എന്ന് പറയുന്നു. ഭരണമാറ്റത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ട്രംപ് അവിടുത്തെ ജനങ്ങളോട് എന്നതാണ്. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടതായി ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ ട്രംപ് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഇസ്രായേൽ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ ഖമനേയിയുടെ കൊട്ടാരം കണ്ടാൽ